ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈ വീഡിയോ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിനെ പറ്റിയാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ 77 ദശലക്ഷം ആൾക്കാർ ഇന്ന് ഷുഗർ രോഗികളായിട്ടുണ്ട്. അതായത് ഏകദേശം നമ്മുടെ ജനസംഖ്യയുടെ 9% ആൾക്കാർക്ക് ഷുഗറാണ്. അവർ തന്നെ ഷുഗർ കൺട്രോൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 33% ആൾക്കാരെ ഷുഗർ കൺട്രോൾ ആയിട്ടുള്ളൂ. അതായത് നമ്മുടെ HbA1c എന്ന പാരാമീറ്റർ അത് വെച്ച് നോക്കുകയാണെങ്കിൽ, ഒരു ഇൻഡിക്കേറ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ HbA1c 7% താഴെ വരുന്ന 33% ആൾക്കാർ. അതായത് ബാക്കിയുള്ള 67% ആൾക്കാരും ഷുഗർ കൺട്രോൾ ആകാൻ നോക്കണം. അതുകൂടാതെ നമ്മൾ ഷുഗർ കണ്ടുപിടിച്ചിരിക്കുന്ന തന്നെ 50% ആൾക്കാരുണ്ട്. ഈ 50% ആൾക്കാർ ഷുഗറായിട്ട് അറിഞ്ഞവർ തന്നെ അതിൽ തന്നെ 50% ആൾക്കാർ മരുന്ന് കഴിക്കുന്നുള്ളൂ. അപ്പം 50% ആൾക്കാർ അറിയാവുന്നവർ മരുന്ന് കഴിക്കുന്നില്ല. അതുകൂടാതെ 50% നോർമലിലുള്ള ഇന്ത്യയിലുള്ള ഷുഗർ രോഗികൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ, അതായത് ഷുഗർ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഉണ്ട്. അതുകൂടെ നമുക്കൊരു ആവറേജായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു ബ്ലഡ് ഷുഗർ എന്നൊക്കെ പറഞ്ഞാൽ, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്നൊക്കെ പറഞ്ഞാൽ 172 മുകളിലാണ്. അത് നമുക്കറിയാം കൺട്രോൾ പറഞ്ഞാൽ ഒരു 120, 130 ഫാസ്റ്റിംഗ് ഷുഗറും അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ. അപ്പം ആ ഒരു ലെവൽ പോലെ, അതായത് 172 മുകളിലാണ് ഒരു ആവറേജ് ഒരു ഇന്ത്യ നമ്മുടെ സ്റ്റഡി, അതായത് ICMR ഇന്ത്യ സ്റ്റഡിയിലൊക്കെ കാണിക്കുന്ന ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറൊക്കെ ആവറേജായിട്ട് വരുമ്പോൾ ഇന്ത്യയിൽ മൊത്തം നോക്കണം 172 ആണ്. കഴിച്ചു കഴിഞ്ഞാൽ PPBS 2 or PPBS 253 മുകളിലാണ്. അതുപോലെ HbA1c ആണെങ്കിൽ 8.53% ആണ്. അപ്പം അത്രയും ഒരു വ്യത്യാസം നമ്മൾ ആ സ്റ്റഡിയിൽ കണ്ടു, ICMR ഇന്ത്യ സ്റ്റഡിയിൽ. അപ്പോൾ നമുക്ക് എങ്ങനെ ബ്ലഡ് ഷുഗർ ഇന്ത്യ പോലെ രാജ്യത്ത് എങ്ങനെയുള്ള നമുക്ക് ആൾക്കാർക്ക് പറ്റുന്ന രീതിയിൽ ഏറ്റവും അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ ഷുഗർ കണ്ടു, അതിനെപ്പറ്റി പഠിച്ചപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ഗൈഡ് ലൈൻസ് നമ്മൾ ഷുഗർ ഒരാൾ കാണുകയാണെങ്കിൽ ആദ്യം മെറ്റ്ഫോർമിൻ ഗുളിക സ്റ്റാർട്ട് ചെയ്തു. അതായത് ബൈക്കോനാട്സ് പെടുന്ന സ്റ്റാർട്ട്. അതിൻ്റെ വേറെ പ്രധാന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഷുഗർ താക്കിയാൽ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. പിന്നെ നമ്മൾ കിഡ്നി പേഷ്യൻസ്, കാർഡിയക് പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് നമ്മളൊന്ന് ചിന്തിച്ചിട്ടേ കൊടുക്കുകയുള്ളൂ. പിന്നെ രണ്ടാമത് നമ്മൾ സൾഫോണിയൂറിയ, ഗ്ലിമിപ്രൈഡ്, പണ്ടൊക്കെ ആണെങ്കിൽ ഗ്ലിപ്ലിസൈഡ്, ഗ്ലൈക്ലസൈഡ് ഇങ്ങനെയുള്ള മോളിക്കൂൾ ഗ്ലൈബ്ലൻഗ്ലമൈഡൊക്കെ കൊടുക്കുമായിരുന്നു. അതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത പെട്ടെന്ന് ഷുഗർ താക്കും, ചെറിയ ഗുളികയാണ്. അപ്പം ആദ്യം മെറ്റ്ഫോർമിൻ കൊടുത്തു, രണ്ടാമത് ഈ സൾഫോണിയൂറിയ ഗ്രൂപ്പിലുള്ള മരുന്ന് കൊടുത്തു, മൂന്നാമതാണ് അടുത്ത് ഗ്ലിപ്റ്റിൻസിലേക്ക് പോവുക. അതായത് ടെനിഗ്ലിപ്റ്റിൻ, വിൽഡാഗ്ലിപ്റ്റിൻ അല്ലെങ്കിൽ സിറ്റാഗ്ലിപ്റ്റിൻ, ഡിനാഗ്ലിപ്റ്റിൻ എന്ന് പറഞ്ഞ ഗുളികയിലേക്ക് പോവാം. നാലാമതാണ് നമ്മൾ SCL2 വേറെ ഗ്രൂപ്പിലേക്ക് പോകുന്നത്, ഡാപ്പാഗ്ലിഫോസിൻ അല്ലെങ്കിൽ എംഫാഗ്ലിഫോസിൻ ഇങ്ങനെയുള്ള ഗുളികയിലേക്ക് പോകുക. പക്ഷേ ഇപ്പം നമ്മുടെ ഒരു പുതിയ ഷുഗർ ഇതെല്ലാം കൊടുത്തിട്ട്, അത് ആദ്യം ഒരു ഗുളിക സ്റ്റാർട്ട് ചെയ്തു, രണ്ടാമത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു, മൂന്നാമത് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ നാലാമതിലേക്കൊക്കെ നമ്മൾ പോകുമ്പം പലപ്പോഴും ഷുഗർ ഇൻസുലിൻ സജസ്റ്റ് ചെയ്യാൻ പറയും. പക്ഷേ ഇപ്പം അതിനേക്കാളും നല്ല നമുക്ക് ഏറ്റവും പുതിയ ഗൈഡ് ലൈൻസ് നമ്മൾ ഒരു കോമ്പിനേഷൻ തെറാപ്പി എന്ന് പറയും. അതായത് നമ്മൾ മെറ്റ്ഫോർമിനും ഗ്ലിമിയും അല്ലെങ്കിൽ ഗ്ലിപ്റ്റിൻസും ഇത് മൂന്നും കൂടെ ഒന്നിച്ച് കൊടുക്കുക. അതായത് ആദ്യം തന്നെ ഇനിഷ്യലി തന്നെ, അതായത് നമ്മൾ മെറ്റ്ഫോർമിൻ 500 മില്ലിഗ്രാം, ഗ്ലിമിപ്രൈഡ് 1 അല്ലെങ്കിൽ 2 മില്ലിഗ്രാം, അതുപോലെ വിൽഡാഗ്ലിപ്റ്റിൻ 50 അല്ലെങ്കിൽ സിറ്റാഗ്ലിൻ 50, 100 മില്ലിഗ്രാം. ഇത് രാവിലെയും വൈകിട്ടും ട്രിപ്പിൾ കോമ്പിനേഷനായിട്ട് കൊടുക്കുന്നു. അങ്ങനെയാകുമ്പോൾ ഒന്നും കൂടെ HbA1c നല്ലപോലെ കൺട്രോൾ ചെയ്യുന്നു, ഫാസ്റ്റിംഗ് ഷുഗർ നല്ല ലെവലിലെത്തുന്നു, PPBS കഴിച്ചുള്ള ഷുഗർ നിലം. അത് നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഷുഗർ കൺട്രോൾ നമ്മൾ നിർദ്ദേശിച്ചാൽ നമുക്ക് കാർഡിയാക് റിസ്ക് കുറയ്ക്കണം. അതായത് ഹാർട്ടിന് ബ്ലോക്ക് വരിക, സ്ട്രോക്ക് വരുന്ന ആ റിസ്ക് കുറയും. കൂടാതെ കിഡ്നി പ്രൊട്ടക്ഷൻ ഉണ്ട്, കണ്ണിന് പ്രൊട്ടക്ഷൻ ഉണ്ട്, ന്യൂറോപ്പതിയൊക്കെ വരുന്നുള്ളൂ. നമുക്ക് ഗ്ലൈസിമിക് വേരിയബിൾ, അതായത് നമ്മൾ എപ്പോഴും ഷുഗർ കൂടി നിൽക്കുന്നു, HbA1c നോർമലിലേക്ക് എത്തുന്നില്ല, 7 താഴെ എത്താൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് കാർഡിയോവാസ്കുലർ റിസ്ക്, അതായത് അത്രോസ്ക്ലെറോട്ടിക് കാർഡിയോവാസ്കുലർ ഡിസീസസ്, അതായത് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ചെറിയ ഞരമ്പുകൾ തൊട്ട് പ്രധാന ഞരമ്പുകളുടെ ബ്ലോക്ക്, കാലയിലോട്ടൊക്കെ രക്തോട്ടക്കുറവ് വരാം, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ വരാം, ഇങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് വാസ്കുലർ പ്രോബ്ലംസൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് കുറയ്ക്കാൻ ഏറ്റവും നല്ല നമുക്ക് HbA1c 7 താഴെയും, ഫാസ്റ്റ് ഷുഗർ ഒരു 126, 130 വരുന്നു, PPBS ഒരു 18, 140 to 180 വരുന്നതാണ്. അപ്പോൾ ഈ ട്രിപ്പിൾ കോമ്പിനേഷനാണ് ഇപ്പം കൂടുതൽ സജസ്റ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ ആദ്യ ഒരു പേഷ്യൻ്റ് നമുക്ക് അവരോട് പറയും നിങ്ങൾ ഈ ഗുളിക, അപ്പം നമുക്ക് പോളിഫാർമസി മൾട്ടിപ്പിൾ ഡ്രഗ്സ് കൊടുക്കുമ്പോൾ അവർ എനിക്ക് വേണ്ട ഡോക്ടർ ഇത്രയും ഗുളിക കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത് വേണമെങ്കിൽ ഒരു കോമ്പിനേഷനാക്കി, ഒറ്റ ഗുളികയാക്കി, അത് ട്രിപ്പിൾ കോമ്പിനേഷൻ ഒരു സിംഗിൾ ഡ്രഗായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഷുഗർ പെട്ടെന്ന് നല്ലപോലെ കുറയുന്ന വരും, HbA1c നന്നായിട്ട് കുറയുന്ന വരും. പിന്നെ ഷുഗർ കുറയുന്ന മറിക്ക് അത് നമുക്ക് പകുതിയിലേക്ക് കൊടുക്കാൻ പറ്റും, ഒരു നേരം ആക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഡബിൾ കോമ്പിനേഷൻ 2 ഗുളികയാക്കാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ട് പല അഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മുടെ ഒരു ലക്ഷ്യം
അതായത് HbA1c നമ്മൾ ഉദ്ദേശിക്കുന്ന 7 താക്കാൻ ഈ സിംഗിൾ ഡ്രഗ് അല്ലെങ്കിൽ 2 ഡ്രഗ് കൊണ്ട് പറ്റുന്ന ട്രിപ്പിൾ കോമ്പിനേഷനാണ് ഏറ്റവും നല്ലത്. അത് ഇനിഷ്യലി പണ്ടാണെങ്കിൽ ഗൈഡ് ലൈൻസ് പ്രകാരം ആദ്യ ഡ്രഗ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ മാക്സിമം ഡോസ് മെറ്റ്ഫോമിനാണ് 500 1 ഗ്രാം കൊടുത്തു. പിന്നെ 1 ഗ്രാം BD2, അപ്പോൾ 2 ഗ്രാം പെർ ഡേ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞാണ് അടുത്ത ഗുളിയിലേക്ക് പോയി. ഇപ്പോൾ ആ ഒരു ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യാതെ ഈ ട്രിപ്പിൾ കോമ്പിനേഷൻ ഇനിഷ്യലി തന്നെ പോവുകയാണെങ്കിൽ, അതായത് 3 ഗണത്തിലുള്ള ഡ്രഗ് ഒന്നിച്ച് നമ്മളൊരു ഒറ്റ ഗുളികയായിട്ട് നമ്മൾ രാവിലെ വീണ്ടും കൊടുക്കുകയാണെങ്കിൽ ഷുഗർ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും നമുക്ക് HbA1c ഇതാക്കാനും അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് നമുക്ക് നന്നായിട്ട് ഒഴിവാക്കാനും സാധിക്കും. താങ്ക് യു.